കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത ATM കൊള്ളയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നത്. 1.5 മണിക്കൂറിനുള്ളിൽ 20 കിലോമീറ്റർ പരിധിയിലെ 3 ATM കൊള്ളയടിച്ച് 68 ലക്ഷം രൂപയാണ് ഇവർ കവർന്നത്. പോലീസിൻ്റെ വലയിലാകാതെ അതിർത്തി കടന്ന സംഘം നിർത്തിയിട്ട ഒരു കണ്ടെയ്നറിൽ കാർ ഒളിപ്പിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതോടെയാണ് പിടിയിലായത്. 7 അംഗ കൊള്ളസംഘത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 6 പേർ വലയിലായി. തമിഴ്നാട് പോലീസിൻ്റെ ധീരമായ നടപടിയാണ് ഈ സംഘത്തെ കുടുക്കിയത്. ഇത് ബവാരിയ എന്ന കുപ്രസിദ്ധ കൊള്ളസംഘത്തിൽപ്പെട്ടവർ ആണോ എന്നും ഇപ്പോൾ സംശയമുണ്ട്. അന്വേഷണം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ നീങ്ങുകയാണ്. മോഷണത്തിന് വേണ്ടി ആരെയും കൊന്നുതള്ളാൻ മടിയില്ലാത്ത, മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ മനുഷ്യനെ ഒറ്റയടിക്ക് കൊല്ലുന്നവരാണ് ഈ ബവാരിയ സംഘം. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന ബവാരിയ സംഘത്തിൻ്റെ ക്രൂരതകൾ ആരെയും ഞെട്ടിക്കുന്നതും പേടിപ്പിക്കുന്നതുമാണ്. ബവാരിയ സംഘം തമിഴ്നാട്ടിൽ നടത്തിയ കൊലപാതക പരമ്പരകളുടെയും മോഷണത്തിൻ്റെയും അതിൻ്റെ അന്വേഷണത്തിൻ്റെയും കഥ പറഞ്ഞൊരു തമിഴ് ചിത്രമാണ് തീരൻ അധികാരം ഉണ്ടോ എന്ന കാർത്തിക് നായകനായി അഭിനയിച്ച സിനിമ. ബവാരിയ സംഘം തമിഴ്നാട്ടിൽ AIADMKയുടെ ഗുമ്മനംപുണ്ടി MLA ആയ സുദർശൻ, സേലത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാവ് തലമുത്തു നടരാജൻ, DMK നേതാവ് ഗജേന്ദ്രൻ എന്നിവരെ കൊലപ്പെടുത്തിയിരുന്നു. സുദർശൻ കൊല്ലപ്പെട്ടതോടെയാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ഈ അന്വേഷണം പിന്നീട് തമിഴ്നാട് പോലീസിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറുകയും ചെയ്തു. തമിഴ്നാടിനെ ഒരു കാലത്ത് പേടിപ്പെടുത്തുന്ന പേരായിരുന്നു ബവാരിയ സംഘം എന്നത്. ബവാരിയ സംഘത്തിൻ്റെ അതിക്രമങ്ങൾക്ക് തടയിടാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു. DGP ആയിരുന്ന SR ജൻഗീത്, അഡീഷണൽ DGP ആയിരുന്ന സഞ്ജയ് അറോറ എന്നിവരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ബവാരിയ എന്ന പേരിൽ അന്വേഷണം ആരംഭിച്ചു. ഉത്തർപ്രദേശ് പോലീസിൻ്റെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും സഹായത്തോടെയായിരുന്നു ജൻഗീതിൻ്റെയും ടീമിൻ്റെയും പിന്നീടുള്ള നീക്കങ്ങളെല്ലാം. കേസിലെ ഏക തെളിവായി അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു ഫിംഗർ പ്രിൻ്റാണ്. ആഗ്ര ജയിലിൽ നിന്ന് ഇതിന് മാച്ച് കിട്ടുന്നതോടെ കേസിൽ പുരോഗതി ഉണ്ടായി. അന്ന് വിരലടയാളം തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ച ആ വിരലടയാള വിദഗ്ധൻ തന്നെയാണ് സിനിമയിലും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒമ ബവാരിയ, ബന്ധുര ബവാരിയ, വിജയ് ബവാരിയ എന്നീ പ്രധാന നേതാക്കളെയായിരുന്നു ജൻഗീതും സംഘവും ലക്ഷ്യമിട്ടത്. ഏറെ സാഹസികവും വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു അവരുടെ ഓപ്പറേഷൻ. ഒടുക്കം ഓരോരുത്തരെയായി പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ പ്രത്യേക കോടതി പിന്നീട് ഒമ ബവാരിയക്കും അശോക് ബവാരിയക്കും വധശിക്ഷ വിധിച്ചു. തമിഴ്നാട് പോലീസിന് രാജ്യത്താകമാനം പ്രശസ്തി നേടിക്കൊടുത്ത ഈ പോലീസ് ഓപ്പറേഷനെ അതിൻ്റെ തീവ്രത ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെയാണ് ആ സിനിമയിൽ വിനോദ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബവാരിയ എന്ന വാക്കിനർത്ഥം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നാണ്. രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കൊള്ള, കൊലപാതകം, ബലാത്സംഗം, മൃഗക്കടത്ത് എന്നിങ്ങനെ ഇവർ ചെയ്യുന്ന അക്രമങ്ങൾക്ക് പരിധിയില്ല എന്ന് പറയാം. പല നാടുകളിൽ പല പേരുകളിലായാണ് ഇവർ അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശിൽ കൊള്ളയും കൊലയും നടത്തുന്ന ഒട്ടേറെ നാടോടി ഗോത്രങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും ക്രൂരമായി കൊള്ളയടിക്കുന്നവരാണ് ബവാരിയകൾ. റോഡരികിലും ഒറ്റപ്പെട്ട വീടുകളിലും ഇവർ കൂട്ടമായി ഇരയെ തേടി ഇറങ്ങും. ഇരുമ്പുദണ്ട്, കോടാലി, നാടൻ തോക്ക് എന്നിവ ഉപയോഗിച്ച് ദൃക്സാക്ഷികളെ പോലും ബാക്കി വെക്കാതെയാണ് ഓരോ കൊള്ളയും നടത്തുന്നത്. സംഘത്തിൽ സ്ത്രീകളും ഉണ്ട്. ഇവരാണ് പകൽ സമയങ്ങളിൽ കൊള്ളയടിക്കാനുള്ള വീടും പരിസരവും കണ്ടെത്തുന്നത്. ബവാരികൾ നടത്തുന്ന കൊലപാതകങ്ങളിലും ചില വ്യത്യാസങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇരകളുടെ തല തകർത്താണ് ഇവർ കൊല്ലുന്നത്. മരണം എളുപ്പത്തിൽ ഉറപ്പിക്കാം എന്നതാണ് ഇതിന് കാരണം. കുറ്റകൃത്യം നടത്തിയ ശേഷം ആയുധങ്ങളും മൊബൈൽ ഫോണുകളും ഉപേക്ഷിക്കും. പോലീസിനെ പിന്തുടരാൻ കഴിയരുത് എന്ന ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. ആരെങ്കിലും പോലീസ് പിടികൂടിയാൽ തന്നെ അവർ ഒരിക്കലും തൻ്റെ സംഘ അംഗങ്ങളെ ഒറ്റുകൊടുക്കാൻ തയ്യാറാവുകയുമില്ല. പാതിരാത്രി സഹായം അഭ്യർത്ഥിച്ച് കതകിൽ തട്ടിവിളിച്ച് വീട്ടുകാരെ ഉണർത്തി അവരെ കൊലപ്പെടുത്തി പണം അപഹരിക്കുന്ന ഈ അക്രമി സംഘം ഒരു കാലത്ത് ഇന്ത്യയിൽ ഒട്ടാകെ പേടി സ്വപ്നമായിരുന്നു. തമിഴ്നാട് പോലീസിൻ്റെ അടക്കമുള്ള ശക്തമായ നടപടികളാണ് ഇവരെ ഒതുക്കി നിർത്തിയത്. ഇപ്പോൾ ATM കവർച്ചയിലും ബവാരിയ സംഘമാണെന്ന് തെളിഞ്ഞാൽ വീണ്ടും ജനങ്ങളിൽ അത് ഭീതി ഉണർത്തും. കാരണം മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് മനുഷ്യനോ അല്ലെങ്കിൽ മൃഗം എന്നോ ഉള്ള വേർതിരിവില്ലാതെയാണ് ഈ സംഘം കൊലപാതകങ്ങൾ നടത്തുന്നത്.